നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജയിൽ മോചിതരായി പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച 4 പ്രതികൾ. മുൻ MLA അടക്കമുള്ള CPM നേതാക്കളായ പ്രതികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്ത് പാർട്ടിയുടെ വൻ സ്വീകരണം. കണ്ണൂരിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കല്യാശ്ശേരി പോളിടെക്നിക് വിദ്യാർത്ഥി P. ആകാശ്. പുഴയിൽ കുളിക്കുന്നതിനിടെ കാട്ടാനാക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ് 2 യുവതികൾക്ക് പരിക്ക്. പരിക്കേറ്റ് ആറളം ഫാം സെറ്റിൽമെന്റ് മേഖലയിലെ മേഘ, രഞ്ജിനി എന്നിവർ. തലശ്ശേരി നഗരസഭാ പരിധിയിലെ തെരുവോര കച്ചവടക്കാർക്കുള്ള ലൈസൻസ് വിതരണത്തിന് തുടക്കം. അനധികൃത കച്ചവടക്കാർക്കെതിരെ സ്വീകരിക്കുന്നതിന്റെ പ്രാഥമിക നടപടിയുടെ ഭാഗമായാണ് ലൈസൻസ് വിതരണം. വാർത്തകൾ വിശദമായി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതരായ പ്രതികളെ സ്വീകരിച്ച് CPIM. P. ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ സ്വീകരണം ഒരുക്കിയത്. CBI ഉപയോഗിച്ച് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനക്കേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതി ഉത്തരവെന്ന് KV കുഞ്ഞിരാമൻ പ്രതികരിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ CPIMലെ മുതിർന്ന നേതാക്കൾ രാവിലെ തന്നെ സെൻട്രൽ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. ജയിൽ നടപടികൾ പൂർത്തീകരിച്ച് രാവിലെ 9:20 മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികൾ പുറത്തിറങ്ങി. ഹൈക്കോടതി ഉത്തരവ് രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കെതിരായ തിരിച്ചടിയെന്ന് പ്രതികൾ പ്രതികരിച്ചു. നിരപരാധികളായിട്ടുള്ള ആളുകൾക്കെതിരായി ഇതുപോലെ കള്ളക്കേസെടുത്ത് പീഡിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമം നടത്തുക, നീതിന്യായ പീഠത്തിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നീതി ലഭിക്കും എന്ന പ്രശ്ന ബോധ്യമാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കുണ്ടായത്. ജയിലിനകത്തും പുറത്തും ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടെ തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഏറെ ആളുകൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാമാണ് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിച്ചു. ഹൈക്കോടതിയുടെ തീർച്ചയായും നീതിന്യായ വ്യവസ്ഥയിലുള്ള ദൃഢപ്പെടുത്തുന്ന നേരത്തെ പറഞ്ഞ് CPIMനെതിരായി വളരെ ആസൂത്രിതമായി കെട്ടിപ്പൂട്ടിയ ഗൂഢാലോചനയുടെ ഒരു പെരുങ്കോട്ടയാണ് പൊളിഞ്ഞുപോയത് ഹൈക്കോടതിയുടെ വിധിയോട്. ഞങ്ങൾക്കത് വലിയ സന്തോഷമുണ്ട്. മനുഷ്യ സ്നേഹത്തിൻ്റെ മഹാഗാഥ ഉയർത്തപ്പെട്ടിരിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടാനാവശ്യമായ എല്ലാ എവിഡൻസും ഞങ്ങൾ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നീതിയിൽ ഞങ്ങളുടെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് പൂർണ്ണമായും നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും വന്നിട്ടില്ല എന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കും ആ ബോധ്യമുണ്ട്, പൊതുജനങ്ങൾക്കും ആ ബോധ്യമുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. നിയമ സംവിധാനത്തിനും അതിനെ സംബന്ധിച്ചുള്ള നല്ല ധാരണ ഇപ്പോൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുമായി ഞങ്ങൾ നിങ്ങളുടെ നിരപരാധിത്വം കോടതിയിൽ ഉൾപ്പെടെ തെളിയിക്കാൻ കഴിയുന്നതാണ്. കൃത്യമായി ഞങ്ങളുടെ നിരപരാധിത്വത്തെ സംബന്ധിച്ച് കോടതിക്ക് മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് മുഖവിലക്കെടുക്കുകയും ഇത്തരത്തിലുള്ളൊരു വിധി ഇപ്പം തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾ പാർട്ടിയെ കേസിലേക്ക് വലിച്ചിഴക്കാൻ CBIയെ ഉപയോഗിച്ച് നേതാക്കളെ പ്രതിചേർത്തുവെന്ന രാഷ്ട്രീയ പ്രതിരോധം CPIM ആവർത്തിച്ചു. എന്നാൽ പാർട്ടി തള്ളിപ്പറഞ്ഞ കേസിലെ 1-ാം പ്രതി പീതാംബരനെ ഉൾപ്പെടെ നേതാക്കൾ ജയിലിലെത്തി കണ്ടിരുന്നു. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ശിക്ഷാവിധിക്ക് ശേഷം പീതാംബരന്റെ വീട്ടിലുമെത്തി. മുഴുവൻ പ്രതികൾക്കുമൊപ്പം പാർട്ടി ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ CBI ബോധപൂർവം CPIM നേതാക്കളെ ഈ കേസിൽ പ്രതിയാക്കുകയായിരുന്നു. രാഷ്ട്രീയമല്ല ആ കൊലപാതകമെന്ന് നേരത്തെ അപ്പോ തികച്ചും കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥ. അത് CBI ആണ് ഇത്തരമൊരു കള്ളക്കഥ ഉണ്ടാക്കിയത്. അതിന്റെ എല്ലാ തെളിവുകളും വസ്തുതകളും കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരം ഒരു ശിക്ഷാവിധി സ്റ്റേ ചെയ്തുകൊണ്ട് 4-ാമത്തെ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CBI എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയല്ല. അതിന് പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു. സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കി കൊണ്ടുപോയതായിരുന്നു. പക്ഷേ ഡിവിഷൻ ബെഞ്ച്
ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അനുബന്ധമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ്, അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് CBIയോട് ആവശ്യപ്പെട്ടത്. CBI അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ, അതിലാണ് CPMൻ്റെ നേതാക്കന്മാരെ CBI പ്രതിയേർത്തത്. അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ 4 സഖാക്കൾക്ക്, 4 നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ, അവരുടെ ശിക്ഷ മരവിപ്പിച്ചതിലൂടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ കുഞ്ഞിരാമൻ പറഞ്ഞതുപോലെ നീതിന്യായ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗമായി ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കല്യാശ്ശേരി പോളിടെക്നിക് വിദ്യാർത്ഥി ആകാശ് P ആണ് മരിച്ചത്. വിദ്യാർത്ഥി സഞ്ചരിച്ച സ്കൂട്ടർ തെന്നിമറിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു. പിന്നാലെ വന്ന KSRTC വിദ്യാർത്ഥിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയാണ് അപകടം. കല്യാശ്ശേരി പോളിടെക്നിക് വിദ്യാർത്ഥി ആകാശ് P ആണ് മരിച്ചത്. കണ്ണൂർ ചേലേരി സ്വദേശിയാണ്. വിദ്യാർത്ഥി സഞ്ചരിച്ച സ്കൂട്ടർ തെന്നിമറിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു. പിന്നാലെ വന്ന KSRTC വിദ്യാർത്ഥിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. പാപ്പിനിശ്ശേരിയിലാണ് അപകടം നടന്നത്. ഇരിട്ടി പായത്ത് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. വനവകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ആനകളെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. അതിനിടെ ആനയെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിന് വീണ് പരിക്കേറ്റു. രാവിലെ പ്രദേശത്തെ നാട്ടുകാരാണ് ജനവാസ കേന്ദ്രത്തിൽ 2 കാട്ടാനകളെ കണ്ടത്. പായം UP സ്കൂളിന് പിന്നിൽ നിലയുറപ്പിച്ച കാട്ടാനകളെ പടക്കം പൊട്ടിച്ച് കാടുകയറ്റാനായിരുന്നു ശ്രമം. ഒരാനയെ പുഴക്കരയിലെത്തിച്ചു. മറ്റൊരാന ജനവാസ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കാട്ടാനകൾ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ പായം UP സ്കൂളിനും വട്ടേറ LP സ്കൂളിനും അവധി നൽകി. ഇതിനിടെ പായം ജബ്ബാർ കടവ് പാലത്തിനടുത്ത് വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ആനയുടെ മുന്നിൽപ്പെട്ട യുവാവിന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റു. പ്രദേശവാസിയായ സനീഷിനാണ് പരിക്കേറ്റത്. അതേസമയം ആറളം ഫാമിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ നിരീക്ഷണം ശക്തമാക്കണമെന്ന് സ്ഥലത്തെത്തിയ പേരാവൂർ MLA സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇത് വന അതിർത്തിയിൽ കുറച്ചും കൂടി കാവല്, ആന മതിൽ പണി നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ പണിക്ക് വേണ്ടത്ര വേഗത പോരാ. മതിലെത്രയും വേഗം പൂർത്തീകരിക്കാനും മതിലിൻ്റെ 2 സൈഡിലും അതിന് കണക്ടിവിറ്റി ഉണ്ടാക്കാനും സാധിച്ചില്ലെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ഇതുവരെ അപകടം ഉണ്ടായില്ല, പക്ഷേ കഴിഞ്ഞ 2 അനുഭവങ്ങളുണ്ട്. പുളിക്കലിൽ ടൗണിൽ ആന ഇറങ്ങിയപ്പോഴാണ് ടൗണിനടുത്തൊരാൾ മരണപ്പെട്ടത്. പെരിങ്കരിയിലെ പള്ളിയിൽ പോകുന്ന ജസ്റ്റിനാണ് വെളുപ്പിന് 7 മണിക്ക് ആനയുടെ മുമ്പിൽ ഭാര്യ സഹിതം ബൈക്കിൽ പൊട്ടുപോയത് ജസ്റ്റിൻ്റെ മരണത്തിനിടയാണ്. ഏതായാലും ഇത് വളരെ ഗൗരവത്തിൽ കാണണം. പുഴയിൽ കുളിക്കുകയായിരുന്ന സ്ത്രീകളെ കാട്ടാന ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വീണ് 2 യുവതികൾക്ക് പരിക്ക്. ആറളം ഫാം സെറ്റിൽമെന്റ് മേഖലയിലെ 13-ാം ബ്ലോക്കിലെ മേഘ, രഞ്ജിനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ആറളം ഫാം സെറ്റിൽമെന്റ് മേഖലയിലെ 13-ാം ബ്ലോക്കിലെ മേഘ, രഞ്ജിനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. തലശ്ശേരി കോടിയേരിയിൽ പോയി മടങ്ങിവന്ന 5 സ്ത്രീകൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഓടന്തോട് പുതിയ പാലത്തിന് സമീപം ബാവലിപ്പുഴയിൽ ഇറങ്ങി കുളിക്കുമ്പോഴാണ് കാട്ടാന പാഞ്ഞെത്തിയത്. സമീപ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം ബഹളം കേട്ട് എത്തിയപ്പോൾ കാട്ടാന മടങ്ങി. RRTയുടെ വാഹനത്തിൽ തന്നെ പരിക്കേറ്റവരെ പേരാവൂർ ആശുപത്രിയിൽ എത്തിച്ചു. തലശ്ശേരി നഗരസഭാ പരിധിയിലെ തെരുവോര കച്ചവടക്കാർക്കുള്ള ലൈസൻസ് വിതരണം ആരംഭിച്ചു. അനധികൃത കച്ചവടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ പ്രാഥമിക നടപടിയുടെ ഭാഗമായാണ് അർഹരായവർക്ക് ലൈസൻസുകൾ വിതരണം ചെയ്തത്. തലശ്ശേരി നഗരസഭാ പരിധിയിലെ അനധികൃത തെരുവു കച്ചവടം നിയന്ത്രിക്കുന്നതിന്റെ പ്രാഥമിക നടപടിയുടെ ഭാഗമായാണ് അർഹരായവർക്ക് ലൈസൻസ് വിതരണം ചെയ്തു തുടങ്ങിയത്. പുതുതായി രജിസ്റ്റർ ചെയ്ത 150 പേർക്കുള്ള ലൈസൻസിന്റെ വിതരണോദ്ഘാടനം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ നിർവഹിച്ചു. തെരുവോര കച്ചവടക്കാർ എന്ന് പറയുമ്പോൾ ജീവിക്കാൻ മറ്റു മാർഗമില്ലാത്ത, ഇതുമാത്രം ജീവനോപാധിയായിട്ടുള്ള ആളുകളാണ് തെരുവോര കച്ചവടക്കാർ. അപ്പോൾ അത്തരം ആളുകളുടെ ലൈസൻസ് എടുക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവർക്കൊരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നത് നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം അവർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തലശ്ശേരി നഗരസഭ എന്ന് പറയുമ്പോൾ
ഒരുപാട് അറിയപ്പെടുന്നതും ചരിത്ര പ്രാധാന്യമുള്ള നഗരമാണെങ്കിൽ സ്ഥലപരിമിതി നമുക്ക് വളരെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ മറ്റ് യാത്രക്കാർക്കും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനവും അതുപോലെ തന്നെ ജീവനോപാധിയും നടത്തണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പരമാവധി നഗരസഭയോട് സഹകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. അർഹരായ മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റുകൾ ലഭിച്ച ശേഷം അനധികൃത കച്ചവടക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ അധ്യക്ഷനായി. ഹെൽത്ത് ഇൻസ്പെക്ടർ A അനിൽകുമാർ, M ലിബിൻ, CO വിജില, കൗൺസിലർമാർ, തെരുവ് കച്ചവടക്കാരുടെ സംഘടനാ നേതാക്കൾ, വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7ഓളം പഞ്ചായത്തുകളിലുള്ള പഠിതാക്കളുടെ 64ഓളം ചിത്രങ്ങൾ മാജിക്കൽ ആർട്സ് എന്ന പേരിൽ തിരുവങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് ചിത്രകലാ ആർട്ടിസ്റ്റുകളായ V സഫ്വാന, ഷിഖിൽ രാജ് എന്നിവരുടെ കീഴിൽ ചിത്രകലാ പരിശീലനം നേടിയ പഠിതാക്കളുടേതാണ് പ്രദർശനം. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് ചിത്രകലാ ആർട്ടിസ്റ്റുകളായ V സഫ്വാന, ഷിഖിൽ രാജ് എന്നിവരുടെ കീഴിൽ ചിത്രകലാ പരിശീലനം നേടിയ പഠിതാക്കളുടേതാണ് പ്രദർശനം. ചിത്രകാരനും ചരിത്ര ഗവേഷകനുമായ KK മാരാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കിട്ടിയ 2 പേര് പ്രായഭേദമന്യേ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ളവർക്ക് കലാപരിശീലനം നൽകുന്നത്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് കലാപരിശീലനത്തിനായി ഈ തരത്തിൽ പ്രത്യേക തരം വജ്രജൂബിലി ഫെലോഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലഭിക്കുന്ന കലാകാരന്മാർ തങ്ങളുടെ നാട്ടിലെ വളർന്നു വരുന്നവരെ പരിശീലിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം പ്രാദേശികമായിട്ട് നമുക്ക് കഴിവുള്ള ധാരാളം പേരുണ്ട്. ഇവരെയൊക്കെ പരിശീലിപ്പിച്ച് മേലോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. എല്ലാ സ്ഥലത്തും പരിശീലനത്തിൻ്റെ സൗകര്യം ഉണ്ടാവില്ല. അതിന് പറ്റിയ പരിശീലകരെ കിട്ടിയെന്നും വരില്ല. എന്നാൽ ഇവിടെ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ചിത്രകലാ പരിശീലനത്തിന് അത് പരിശീലിപ്പിക്കാൻ ഏറ്റവും യോഗ്യരായ 2 പേരെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നടക്കുന്ന പ്രദർശനം അതിന് തെളിവാണ്. കാരണം 64 ചിത്രങ്ങളുടെ പ്രദർശനമാണ് മേലെ ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിശീലനം നേടിയവരാണ്. ചെറിയ കുട്ടികൾ മുതൽ അല്പം മുതിർന്നവർ വരെ കാണാം. ബഹുമാന്യായ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ അവരുടെ ലേബിളിലൊന്നും പ്രായം എഴുതിയിട്ടില്ല. എനിക്ക് തോന്നിയത് പ്രായം കൂടി പെടുത്താമായിരുന്നു എന്നാണ്. തീർച്ചയായിട്ടും അവിടെ എഴുതി ചേർക്കാമെന്ന് പറയുന്നുണ്ട്. വേണം. കാരണം നമുക്ക് പലപ്പോഴും ചിത്രങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നുന്ന ഇത് കുട്ടികളെ തന്നെ വരച്ചതാണോ. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK ഫർസാന, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KD മഞ്ജുഷ എന്നിവർ സംസാരിച്ചു. ചിത്രകലാ അധ്യാപകരായ V സഫ്വാന സ്വാഗതവും ഷിഖിൽ രാജ് നന്ദിയും പറഞ്ഞു. പ്രദർശനം 11-ന് സമാപിക്കും.
ചമ്പാട് അരയാക്കൂൽ സ്വദേശി ഡോക്ടർ KV ശശിധരന്റെ പറഞ്ഞു തീർത്ത സങ്കടങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്തു. നിയമസഭാ പുസ്തകോത്സവ വേദിയിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. KP മോഹൻ MLA ബാല്യസാഹിത്യകാരൻ രാജു കാട്ടുപുനത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. കൊളവല്ലൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പാളും കൗൺസിലറുമായ ഡോക്ടർ KV ശശിധരന്റെ പറഞ്ഞു തീർത്ത സങ്കടങ്ങൾ എന്ന പുസ്തകമാണ് നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ പ്രകാശനം ചെയ്തത്. KP മോഹനൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം ആദ്യ പ്രതി ഏറ്റുവാങ്ങി. GV ബുക്സാണ് പ്രസാധകർ. ഇവിടെ നമ്മുടെ പറഞ്ഞു തീർത്ത സങ്കടങ്ങൾ എന്ന കൗൺസിലിംഗ് അനുഭവങ്ങൾ ഈ ശശി മാഷയെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇന്നത്തെ കാലഘട്ടം അറിയാലോ, നമ്മുടെ ആകെ വിഷമിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഓരോ മനുഷ്യരും ഓരോ ജീവിതത്തിൻ്റെ പല തുറകളിലും ആയിട്ട് നിന്നുകൊണ്ട് പല രീതിയിലും വിഷമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സങ്കടങ്ങൾ എങ്ങനെ മാറ്റാം? ഇതിന് മരുന്നില്ല. യഥാർത്ഥത്തിൽ വല്ലാറ്റിനും നമുക്ക് മരുന്നുണ്ട്, പക്ഷേ ഇതിന് മരുന്നില്ല. ആ മരുന്നില്ലാത്തത് എങ്ങനെ മാറ്റാൻ സാധിക്കും? ആ മരുന്നാണ് ഡോക്ടർ ശശിധരൻ. നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുള്ള ഒരുപാട് കുട്ടികൾക്ക്, ഒരുപാട് പെൺകുട്ടികൾക്ക്, ഒരുപാട് ആൺകുട്ടികൾക്ക്, ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള വേദന ഉണ്ടാകുമ്പോൾ ശശിമാഷെ കാണുകയും ശശിമാഷ് ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ കൗൺസിലിങ്ങിലൂടെ ഇത് മാറ്റാൻ സാധിക്കുന്നു എന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പോൾ അങ്ങനെ കൗൺസിലിങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ആ പുസ്തകത്തിൽ ഇതൊക്കെ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത്. ആ പ്രതിപാദിച്ച വിഷയത്തെക്കുറിച്ചൊക്കെ തന്നെ വളരെ കാര്യമായിട്ട് നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാണാൻ സാധിക്കും. പുസ്തകം നിങ്ങളൊക്കെ തന്നെ വായിക്കണം. വായിച്ചാൽ മാത്രമേ ആ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പറഞ്ഞു തീർത്ത സങ്കടങ്ങൾ എന്ന കൃതി 9ാമത്തെ പുസ്തകമാണ്. ഒരു വായനക്കാരനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു പുസ്തകമാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം തൻ്റെ കൗൺസിലിംഗ് അനുഭവങ്ങൾ ഈ പുസ്തകം ഏകദേശം 3 ഭാഗങ്ങളായിട്ടാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ഭാഗം കൗൺസിലിങ്ങിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ വിശദീകരിക്കുകയാണ്. അപ്പോൾ കൗൺസിലിംഗ് എങ്ങനെ നടത്തപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള വളരെ ശാസ്ത്രീയമായൊരു വിശകലനമാണ് ആദ്യ ഭാഗത്തിലുള്ളത്. 2ാമത്തെ ഭാഗത്തിൽ ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനങ്ങളിൽ നിന്ന് കിട്ടിയ 6 അനുഭവങ്ങളാണ് 2ാമത്തെ ഭാഗത്തിലുള്ളത്. 3ാമത്തെ ഭാഗം അദ്ദേഹം കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 17 അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് 3ാമത്തെ ഭാഗത്തുള്ളത്. GV ബുക്സ് മാനേജിംഗ് ഡയറക്ടർ GV രാഗേഷ് അധ്യക്ഷനായി. TC സുധാകരൻ, കഥാകൃത്ത് സബാഹ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ KV ശശിധരൻ മറുപടി പ്രസംഗം നടത്തി. നഴ്സിംഗ് കോളേജ് തുടങ്ങുന്നതിന്റെ പേരിൽ അരനൂറ്റാണ്ടിലേറെ പഴക്കവും 250-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നതുമായ മാഹി ഗവൺമെന്റ് LP സ്കൂൾ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്ത മറ്റൊരു വിദ്യാലയത്തിലേക്ക് മാറ്റിയ അധികൃതരുടെ നടപടിക്കെതിരെ സ്കൂൾ PTA മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ കോടതിയുടെ ഉത്തരവ്. 2 ആഴ്ചക്കകം സ്കൂൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതായി PTA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 250-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മാഹി ഗവൺമെന്റ് LP സ്കൂൾ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്ത മറ്റൊരു വിദ്യാലയത്തിലേക്ക് മാറ്റിയ അധികൃതരുടെ നടപടിക്കെതിരെ സ്കൂൾ PTA മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ കോടതിയുടെ ഉത്തരവ് ലഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. മയ്യടിയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സ്കൂളാണ് മാഹി LP സ്കൂൾ. ഒരുപക്ഷെ മയ്യടി റീജിയനിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാഹി ഗവൺമെന്റ് LP സ്കൂളാണ്. ഈ ഒരു സ്കൂളിന് പടിയടച്ച് പിണ്ടം വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്തുന്നതിന് മറ്റ് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ, ഈ താല്പര്യങ്ങൾ അനുവദിച്ചുകൂടാ. കാരണം ഇപ്പം നമ്മൾ പറയപ്പെടുന്നത് ഇന്നലെ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ കാണാൻ വേണ്ടി പോയാലും മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥാപനത്തെ ഇവിടെ ഒരു നഴ്സിംഗ് കോളേജ് ആക്കിയിട്ട് മാറ്റണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. അന്നേരം നഴ്സിംഗ് കോളേജ് വരുന്നതിന് ആരും എതിരല്ല. നഴ്സിംഗ് കോളേജ് മയ്യടിയിൽ ഉണ്ടാവുമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ അത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഇല്ലാതാക്കിയിട്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ പക്ഷം. നഴ്സിംഗ് കോളേജിന് PTA എതിരല്ല.
പൊതുവിദ്യാഭ്യാസം തകർത്ത് സ്കൂൾ അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല. സ്കൂൾ അധ്യയന വർഷം അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ കുട്ടികളെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റിയത്. രക്ഷിതാക്കളെ പോലും അറിയിക്കാതെയുള്ള അധികൃതരുടെ ഒളിച്ചുകളി അനുവദിക്കാനാവില്ലെന്നും PTA ഭാരവാഹികൾ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ശക്തമായ പ്രതിഷേധമുയരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജിനോസ് ബഷീർ, സാബിർ കിഴക്കയിൽ, ഷിബു കാളാണ്ടിയിൽ എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. In a committed relationship with my daily wear collections. Lulu Gold, Talasheri, Kannur, Kozhikode. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മളൊന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ? അല്ല പറ, ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ABCയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഹേ ഗായു, എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ.
ഫോൺ 04902338 മൊബൈൽ 9846816762. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാര വ്യവസായി സമിതി ജനുവരി 13 മുതൽ 25 വരെ നടത്തുന്ന സംസ്ഥാന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയുടെ പ്രചരണാർത്ഥം പാനൂരിൽ ബൈക്ക് റാലി നടത്തി. പാനൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ സുധീർ കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനുവരി 13 മുതൽ 25 വരെ നടത്തുന്ന സംസ്ഥാന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയുടെ പ്രചരണാർത്ഥമാണ് പാനൂരിൽ ബൈക്ക് റാലി നടത്തിയത്. പാനൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ സുധീർ കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. അത്തരം സമീപനങ്ങൾ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയും വ്യാപാര മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര പ്രാധാന്യത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹിയിലേക്കുള്ളൊരു മാർച്ച് എന്ന് പറയുന്നത് സാമ്പത്തികമായി വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. കച്ചവടക്കാരുടെ ഒരു സംഘത്തെ ഡൽഹിയിലേക്ക് അയക്കുക, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ വലിയ നിലയിൽ ശൈത്യമുള്ള ഒരു സന്ദർഭമാണ്. ഈ വലിയ പ്രതികൂല കാലാവസ്ഥയിലും കേരളത്തിലെ കച്ചവടക്കാരുടെ മുഴുവൻ വികാരവും ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വ്യാപാരി വ്യവസായി സമിതി പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ്. ഈ സമിതി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം കച്ചവടക്കാരെയും ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. എല്ലാ തരത്തിലും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്ത തുറകളിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരെ മുഴുവൻ ബാധിക്കുന്ന വിഷയങ്ങളാണ് വ്യാപാരി വ്യവസായി സമിതി ഈ ജാഥയുടെ ഭാഗമായിട്ടും അല്ലാതെയും മുന്നോട്ട് വെക്കുന്നത്. ഏരിയ പ്രസിഡന്റ് പി ഭാസ്കരൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി പി കെ ബാബു സ്വാഗതം പറഞ്ഞു. പാനൂർ ഏരിയയിലെ നിരവധി വ്യാപാരികൾ റാലിയിൽ പങ്കാളികളായി. പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്രയുടെ 20ാം വാർഷികാഘോഷമായ ഫെസ്റ്റീവ് 2025ന്റെ ഭാഗമായി വനിതകളുടെ കൂട്ടായ്മയായ പ്രിയദർശിനി വനിതാവേദി മെഗാ തിരുവാതിര സംഘടിപ്പിക്കുന്നു. ജനുവരി 12 വൈകിട്ട് 5 മണിക്ക് പള്ളൂർ VN പുരുഷോത്തമൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് മെഗാ തിരുവാതിര നടക്കുകയെന്ന് സംഘാടകർ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രിയദർശിനി യുവകേന്ദ്രയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് ഫെസ്റ്റീവ് 2025ന്റെ ഭാഗമായിട്ട് മാഹി മേഖലയിലെ വനിതകളുടെ കൂട്ടായ്മ
പ്രിയദർശിനി മേധാവേദിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 2025 ജനുവരി 12-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് പള്ളൂർ വി.എൻ. പുരുഷോത്തമൻ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് മെഗാ തിരുവാതിര നടത്തപ്പെടുകയാണ്. അതോടനുബന്ധിച്ചിട്ട് തന്നെ കളരിപ്പയറ്റും കൈകൊട്ടിക്കളിയൊക്കെ യോഗ ഡാൻസ് തുടങ്ങിയ സർഗകലാകളിൽ നടത്തപ്പെടുന്നു. മയ്യഴി മേഖലയിൽ തന്നെ ആദ്യമായിട്ടാണ് 500-ൽ പരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെഗാ തിരുവാതിര സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. മെഗാ തിരുവാതിര, കൈകൊട്ടിക്കളി, യോഗ ഡാൻസ്, കളരിപ്പയറ്റ് ഉൾപ്പെടെയുള്ള സർഗകലാകേളിയുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരവും സംവിധായകനുമായ രാജേന്ദ്രൻ തായാട്ട് നിർവഹിക്കും. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റ് കെ പി സാജു മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ വനിതാവേദി പ്രസിഡന്റ് PTC ശോഭ, ജനറൽ സെക്രട്ടറി P ഷിജിന, സെക്രട്ടറിമാരായ MK അനഘ, VM ചന്ദ്രി എന്നിവർ പങ്കെടുത്തു. PR ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി മേലെ പൂക്കോത്ത് കുടുംബസംഗമം നടത്തി. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. അതിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് RJD ആയിട്ടുള്ള സഖാവ് ലല്ലു പ്രസാദ് യാദവ് അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ളൂ, സഖാവ് ശ്രേയംകുമാർ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഈ പാർട്ടിയുടെ ഏറ്റവും സജീവമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. മെമ്പർഷിപ്പ് പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഓരോ പഞ്ചായത്തിലും ഓരോ യൂണിറ്റ് തലത്തിലെ വാർഡ് തലത്തിൽ മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ട് എല്ലാവരും സജീവമായിട്ട് നമ്മുടെ പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് മെമ്പറായി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതിലൂടെ പുതിയൊരു എന്താ പറയുക നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് വരും. ഈ മണ്ഡലത്തിലും അതുപോലെ തന്നെ ജില്ലയിലും ഒക്കെ തന്നെ പുതിയ നേതൃത്വം വരാൻ പോകും. അങ്ങനെ വരുമ്പോൾ പുതിയതായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോഴും നല്ല നേതൃത്വവുമായിട്ടാണ് നമ്മുടെ മണ്ഡലത്തിലും അതുപോലെ തന്നെ ജില്ലയിലും സംസ്ഥാനത്തും മുന്നോട്ട് പോകുന്നത്. നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം മുന്നോട്ട് OP ഷീജ മുഖ്യപ്രഭാഷണം നടത്തി. പ്രേമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. PK പ്രവീൺ, ദിനേശൻ, തിലകൻ മാസ്റ്റർ, കൗൺസിലർ സ്വാമിനാഥൻ, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. S കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. പാനൂർ ലയൺസ് ക്ലബിന്റെ സൈറ്റ് ഫോർ കിഡ്സ് പദ്ധതിയുടെ ഭാഗമായി പാനൂർ BRCയും അരവിന്ദ് കണ്ണാശുപത്രിയും സംയുക്തമായി നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. പാനൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. പാനൂർ ലയൺസ് ക്ലബിന്റെ സൈറ്റ് ഫോർ കിഡ്സ് പദ്ധതിയുടെ ഭാഗമായാണ് പാനൂർ BRCയും അരവിന്ദ് കണ്ണാശുപത്രിയും സംയുക്തമായി നേത്രപരിശോധനാ ക്യാമ്പ് നടത്തിയത്. പാനൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ക്യാമ്പ് പാനൂർ AEO ബൈജു കേളോത്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സ്കൂളിലെ കുട്ടികളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചു. ആ ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി അവർ കണ്ടെത്തിയ പ്രശ്നങ്ങളുള്ള മക്കളെയാണ് ഇന്നിവിടെ കൊണ്ടുവന്ന് ഡോക്ടർമാർ വിദഗ്ധമായി പരിശോധിക്കും. അതിനു വേണ്ടുന്ന പരിഹാര പ്രവർത്തനങ്ങൾ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടി വളരെ എല്ലാവർക്കും ഉപകാരമുള്ളതാണ്. അതുപോലെ തന്നെ രക്ഷിതാക്കളൊക്കെ ഇതിനെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇത്തരത്തിൽ ചിലപ്പോൾ കുറേ കാലത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ കുട്ടികളിൽ വ്യത്യാസം വന്നേക്കാം. അങ്ങനെ എന്താണോ യഥാർത്ഥ പ്രശ്നം എന്ന് കണ്ടെത്തി അതിന് പരിഹാരം അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ഈ ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ലയൺസ് കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. ലയൺസ് സോൺ ചെയർപേഴ്സൺ ഗീത കൊമ്മേരി കണ്ണട വിതരണം നടത്തി. അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി C ചന്ദ്രൻ മാസ്റ്റർ, ജയചന്ദ്രൻ, HM ഫോറം സെക്രട്ടറി CK ബിജേഷ്, മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. പാനൂർ BRC BPC അബ്ദുൾ മുനീർ KV സ്വാഗതവും രാജൻ നമ്പ്യാർ നന്ദിയും പറഞ്ഞു. ഡോക്ടർ മിലാന്യോ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ശ്രീത ശ്രീനിവാസൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചമ്പാട് വെസ്റ്റ് UP സ്കൂൾ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ രക്തഗ്രൂപ്പ് നിർണയം നടത്തി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റംല ഉദ്ഘാടനം ചെയ്തു. 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ആരോഗ്യ ക്യാമ്പ്, രക്തനിർണയ ക്യാമ്പ് എന്നിവ നടത്തിയത്. നിരവധി വിദ്യാർത്ഥികൾ രക്തഗ്രൂപ്പ് നിർണയം നടത്തി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റംല ഉദ്ഘാടനം ചെയ്തു.
രക്തം കൊടുക്കും, നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, അവരെ കൊണ്ട് നമ്മൾ രക്തദാനം നൽകിക്കും. എല്ലാ സ്ത്രീകൾക്കും യാതൊരു ടെൻഷനും വേണ്ട, ഒരു പ്രയാസവും വേണ്ട. എന്നോട് നീ മുഴുവൻ ആളുകൾ ചോദിക്കാൻ എന്റെ ശരീരത്തിൽ രക്തമുണ്ടോ എന്നാണ്. എന്റെ ശരീരത്തിൽ ഇനിയും എനിക്ക് വേണ്ടുന്നത് അതിൽ കൂടുതൽ ആളുകൾ രക്തമുള്ളത് കൊണ്ടാണ് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ രക്തം കൊടുക്കാൻ തുടങ്ങിയത് 21 വയസ്സിലാണ്. 18 വയസ്സിൽ സാധിച്ചില്ല, 21 വയസ്സിലാണ് കൊടുത്തത്. ആ 21 വയസ്സിന് ശേഷം ഇതുവരെയായിട്ട് ഇങ്ങനെ 70 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞു. ഇനി 21ാമത്തെ പ്രാവശ്യം ഫെബ്രുവരി 11-ാം തീയതിയാണ് അടുത്ത രക്തം കൊടുക്കേണ്ട കറക്റ്റ് ഡേറ്റ്. അന്ന് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതോടൊപ്പം നമ്മൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാളത്തെ നല്ലൊരു തലമുറയാണ്. ഇമ്പമുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള മക്കള് നല്ല മക്കളായിട്ട് ഒരിക്കലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതെ നിങ്ങൾ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് രക്ഷിതാക്കൾക്ക് കണ്ണടക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ സമൂഹത്തിന് മാതൃകയാക്കിയിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കണം. PTA പ്രസിഡന്റ് കെ നിഷാദ് അധ്യക്ഷനായി. മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻസ്പെക്ടർ മുജീബുള്ള, പ്രധാനാധ്യാപകൻ VP രജിലേഷ്, ഉമേഷ് കരുണാകരൻ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി കോഓപ്പറേറ്റീവ് ആശുപത്രി പീഡിയാട്രീഷ്യൻ അതുൽ പ്രകാശ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. രക്തദാന ക്യാമ്പ് അടുത്ത ആഴ്ച നടക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, യാത്രയയപ്പ് എന്നിവയും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി നടക്കും. ഡോക്ടർ വി ശിവദാസൻ MP, സിനിമാ താരം ജഗദീഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പാനൂർ JCIയുടെ ഇൻസ്റ്റലേഷൻ സെറമണി പാനൂർ വ്യാപാര ഭവനിൽ നടന്നു. JCI മുൻ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV വാമൻകുമാർ ഉദ്ഘാടനം ചെയ്തു. JCI മുൻ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV വാമൻകുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പം പ്രസിഡൻഷിപ്പിൽ ഇരിക്കുമ്പോഴും അത് സോൾ പ്രസിഡന്റ് ആയാലും അത് എന്നെ പോലെ ഒരു മാസ് നാഷണൽ പ്രസിഡന്റ് ആയാലും ആരോട്ടെ, if your mind is open, ready to accept constructive suggestions from others, you can perform. അതായിരിക്കും ഇവിടെയുള്ള ഓരോ ഏതൊരു ലോക്കൽ ഓർഗനൈസേഷൻ ഭാരവാഹിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഫീലിംഗ് അത് അങ്ങനെ ആയിരിക്കുന്നില്ല. ഒരിക്കലും ഒരു സന്യാസ മഠത്തിലെ 5 യുവ സന്യാസിമാരെ ഒരു തീർത്ഥാടനത്തിന് പോകാൻ തീരുമാനിച്ചു. ഗുരുവിന്റെ അടുത്ത് കൊണ്ടുവന്നു, ഗുരു ഞങ്ങൾ ഒരു തീർത്ഥാടനത്തിന് പോകുന്നു. എവിടെ? ഞങ്ങളൊരു 6-7 അമ്പലങ്ങൾ സന്ദർശിക്കാൻ പോകും. എന്താ ഇപ്പൊ അങ്ങനെ? അല്ല, ഞങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ വേണം, ഒരു സ്പിരിച്വൽ എനർജി വേണം, ഒരു ആത്മീയ ചൈതന്യം എടുക്കുമല്ലോ. അമ്പലങ്ങളിൽ പോയാൽ ഞങ്ങൾ ഒന്ന് പോയിരുന്നോട്ടെ, ഒരാഴ്ച ഞങ്ങൾ കറങ്ങിക്കോട്ടെ. പോകാൻ ഇറങ്ങുമ്പോ ഈ ഗുരു ഒരു നല്ല വലിയ ഒരു പാവയ്ക്ക് എടുത്തിട്ട്, ഒരു പിച്ചക്കാരൻ എടുത്തിട്ട് ഇതിലൊരു ശിഷ്യന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയാലും ഈ പാവയ്ക്ക ആ അമ്പലത്തിന്റെ ശ്രീകോവിലിനകത്ത് വിഗ്രഹത്തിന്റെ അടുത്ത് നേദിക്കണം. JCI പാനൂരിന്റെ 41ാമത്തെ പ്രസിഡന്റായി JC ഷാനിബ ചുമതലയേറ്റു. I will faithfully execute the office of the President of JCI Panoor and will, to the best of my ability, serve as a living example of this organization, philosophy and belief, and will uphold and enforce the constitution and policy of this organization at all time. പ്രസിഡന്റ് രതീഷ് അധ്യക്ഷനായി. സോൺ 19ന്റെ നായകൻ ജസിൻ ജയൻ മുഖ്യാതിഥിയായി. വിഷ്ണുരാജൻ, ഉദയഭാനു തുടങ്ങിയവർ സംസാരിച്ചു. നിഷ നന്ദി പറഞ്ഞു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച റാഫി HS, KV ഇസ്മയിൽ, റഹീം, P മുഹസിൻ, നജ്മുദ്ദീൻ തുടങ്ങിയവരെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പാനൂർ JCI 2024 സെക്രട്ടറി ആയിരുന്ന ഹസ്കറിന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. പുതിയ ഭാരവാഹികളായി ഷാനിബ KCA പ്രസിഡന്റായും നിഷ അനീഷിനെ സെക്രട്ടറിയായും ജസലി സുധീറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഒരിടവേള കൂടി.
Bobby Chamanur International Jeweler. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകളിലേക്ക്. കർണാടക സർക്കാർ ബസ് ചാർജ് 15% വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കർണാടക ഗാർഡ്സിന്റെ നേതൃത്വത്തിൽ ഗുണ്ടൽപേട്ട് ടൗണിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഗാർഡ് ഫോഴ്സ് താലൂക്ക് പ്രസിഡന്റ് A. അബ്ദുൾ മാലിക് ഉദ്ഘാടനം ചെയ്തു. കർണാടക സർക്കാർ ബസ് ചാർജ് 15% വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് കർണാടക ഗാർഡ്സിന്റെ നേതൃത്വത്തിൽ ഗുണ്ടൽപേട്ട് ടൗണിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. ടൂറിസ്റ്റ് ക്ഷേത്രത്തിൽ പൂജയും നടത്തി. തുടർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും റോഡും ഉപരോധിച്ചു. ഗാർഡ് ഫോഴ്സ് ತಾಲೂಕು ಪ್ರೆಸಿಡೆಂಟ್ A. ಅಬ್ದುಲ್ ಮಾಲಿಕ್ ಉದ್ಘಾಟನೆ ചെയ്തു. ಬಸ್ ದರವನ್ನು ಏರಿಸಿರುವುದು ಖಂಡಿಸಿ ನಮ್ಮ ಕರ್ನಾಟಕ ಕಾವಲು ಪಡೆ ವತಿಯಿಂದ ನಾವು ಇವತ್ತು ಹೋರಾಟವನ್ನು ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ಪದೇ ಪದೇ ಗಾಯದ ಮೇಲೆ ಬರೆ ಇಳಿತಾನೇ ಇದೆ ಕೇಂದ್ರ ಮತ್ತು ರಾಜ್ಯ ಸರ್ಕಾರ. ಇದನ್ನು ನಾವು ಸಹಿಸಿಕೊಂಡೇ ಬರ್ತಾ ಇದ್ದೀವಿ. ಯಾಕೆಂತಂದರೆ ಎಲ್ಲಿ ತನಕ ನಾವು ಕೇಳಲ್ವೋ ಅಲ್ಲಿ ತನಕ ಸಮಸ್ಯೆ ಹೀಗೆ ಇರೋದು. ಬಾಬಾ ಸಾಹೇಬ್ ಅಂಬೇಡ್ಕರ್ ಅವರು ಮಾತು ಹೇಳಿದ್ದಾರೆ, ನಾವು ಎಲ್ಲಿ ತನಕ ಪ್ರಶ್ನೆ ಮಾಡಲು ಸತ್ತ ಹೆಡಕ್ಕೆ ಸಮ ಅಂತ. ಹಾಗಾಗಿ ಎಲ್ಲರೂ ನಮ್ಮ ಹಕ್ಕಿಗೋಸ್ಕರ ನಾವು ಹೋರಾಟ ಮಾಡಲೇಬೇಕಾಗುತ್ತೆ. ಕಾನೂನಾತ್ಮಕವಾದ ಒಂದು ಹೋರಾಟ ಮಾಡಲೇಬೇಕಾಗುತ್ತೆ. ಶಾಂತಿಯುತವಾದ ಒಂದು ಹೋರಾಟ ಮಾಡಬೇಕಾಗುತ್ತೆ. ನಾವು ನಮ್ಮ ಹಕ್ಕನ್ನು ಕೇಳ್ತಾ ಇದ್ದೇವೆ. ಮಹಿಳೆಯರಿಗೆ ಉಚಿತ ಕೊಡುವ ನೆಪದಲ್ಲಿ ರಾಜ್ಯ ಸರ್ಕಾರ ಪುರುಷರ ಜೇಬಿಗೆ ಕತ್ತರಿ ಹಾಕುತ್ತಿರುವುದು ಸರಿ ಇಲ್ಲ ಎನ್ನುವುದನ್ನು ಇವತ್ತು ಖಂಡಿಸುವ ಮೂಲಕ ಕೂಡಲೇ ಈ ಬಸ್ ದರವನ್ನು ಇಳಿಸದಿದ್ದರೆ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ನಮ್ಮ ರಾಜ್ಯಾಧ್ಯಕ್ಷರಾದ ಒಂದು ಆದೇಶದ ಮೇರೆಗೆ ಇಡೀ ರಾಜ್ಯಾದ್ಯಂತ ಉಗ್ರ ಹೋರಾಟವನ್ನು ಹಮ್ಮಿಕೊಳ್ತೇವೆ ಅಂತ ಈ ಸಂದರ್ಭದಲ್ಲಿ ರಾಜ್ಯ ಸರ್ಕಾರಕ್ಕೆ ಎಚ್ಚರಿಕೆ ಕೊಡುವ ಮೂಲಕ ನಾವು ಒತ್ತಾಯಿಸ್ತೇವೆ.
താലൂക്ക് സെക്രട്ടറിമാരായ എസ് രാമേഗൌഡ, ടൗൺ വൈസ് പ്രസിഡന്റ് സാദിഖ് പാഷ, യൂണിറ്റ് പ്രസിഡന്റ് മഹാദേവു, ടൗൺ കൺവീനർ മിമിക്രി രാജു, രവികുമാർ, മുൻതീപൂർ മാടയ്യ, സഹീർ ഹുസൈൻ, രാച്ചപ്പ നായക എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരെ ചേർത്തുപിടിച്ച് പാനൂർ നഗരസഭ 21-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ മേപ്പാടിയിൽ നിർമ്മിക്കുന്ന വീടിന്റെ സ്ട്രക്ചർ പൂർത്തിയായി. വാർഡ് കൗൺസിലർ എൻ.എ. കരീമിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. മേപ്പാടിയിൽ 750 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന വീടിന് 10 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. പ്രമുഖ കാരുണ്യ പ്രവർത്തകൻ നാസർ മനുപ്പയുടെ നേതൃത്വത്തിൽ 42 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തിയും നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാർഡ് വികസന സമിതി അംഗങ്ങളായ എൻ.എ. കരീം, പി ഫഹദ്, പി.കെ. കുമാരൻ, പി.കെ. മുസ്തഫ മർവ, കരിയാട്ടെ സാമൂഹ്യ പ്രവർത്തകനായ കെ ഭരതൻ മാസ്റ്റർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തി. ഇത്തരമൊരു വീട് നിർമ്മാണവുമായി ഞങ്ങളുടെ വാർഡ് വികസന സമിതി തീരുമാനിച്ചു. അന്ന് ഞങ്ങളുടെ വാർഡ് വികസന സമിതിയുടെ കൺവീനറായിരുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് മാസ്റ്റർ, അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടിയായിരുന്നു ഈ വീട് എന്ന് ഞാൻ ഓർമ്മിക്കുക. തീർച്ചയായും വയനാട്ടിലെ ജനങ്ങളോടൊപ്പം, അവർക്ക് പ്രയാസപ്പെടുന്ന ആളുകളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ വീടിൻ്റെ നിർമ്മാണവുമായി ഞങ്ങൾ. ഈ കാര്യത്തിലായി ഞങ്ങളുടെ വാർഡിലെ ജനങ്ങളും പുറമേയുള്ള ഒരുപാട് ആളുകളും ഈ വീടുമായി സഹകരിച്ചുകൊണ്ടാണ് 10 ലക്ഷം രൂപ ചിലവിൽ 750 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് നിർമ്മിക്കുന്നത്. ബഹുമാന്യനായ മാനുപ്പ, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കാരുണ്യ പ്രവർത്തകനായ മാനുപ്പ ഞങ്ങൾക്ക് സ്ഥലമനുവദിക്കുകയും ആ സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ നല്ല ഉദ്യമത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നവർക്കും അവരോട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഈ ഞങ്ങളുടെ ഈ പ്രവർത്തനം നാട്ടിൽ ഒരു വലിയ ഒരു പ്രവർത്തനമായി മാറുകയാണ്. തീർച്ചയായും ഇന്ന് സഹകരിച്ച മുഴുവൻ ആളുകളോട് നന്ദി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പണി ഏകദേശം ഫെബ്രുവരി മാർച്ചോടുകൂടി ഈ വീട് ഒരാൾക്ക് കൈമാറാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. കൗൺസിലർ കരീം ബദമാഷൊക്കെ സൂചിപ്പിച്ചതുപോലെ 31-നാണ് വയനാട്ടിൽ കേരളത്തിന് അടുക്കിയ ലാൻഡ്സ്കേപ്പ് നടക്കുന്നത്. അതിൻ്റെ 2-ാമത്തെ ദിവസം 2-ാം തീയതി നമ്മുടെ വാർഡ് വികസന സമിതി കൂടിച്ചേരുകയും വയനാട്ടിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഹായം ചെയ്യണം എന്ന ഒരു ചർച്ച ഉണ്ടാവുകയും, എന്നാൽ അന്ന് ഇങ്ങോട്ട് ആവശ്യത്തിനുള്ള സഹായങ്ങൾ എത്തിയിട്ടുണ്ട്. നിലവിൽ സഹായം ആവശ്യമില്ല എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, എന്നാൽ ദുരന്തത്തിലെതിരായ ഏതെങ്കിലും കുടുംബത്തിന് വീട് വെച്ചുകൊടുക്കണമെന്ന അഭിപ്രായം വരികയും ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വീട് വെക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോയത്. ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. വീടിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത കൗൺസിലർക്കും ഇവിടുത്തെ കുമാരനും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇത് പൂർത്തിയാക്കാൻ ബാക്കിയുള്ള ആളുകളോട് കൂടി സഹകരണം പ്രതീക്ഷിക്കുന്നു. പാനൂരിൽ നഗരസഭയിൽ 21-ാം വാർഡിൽ എൻ.എ. കരീമിക്കയുടെ നേതൃത്വത്തിൽ മദ്രസയിലെത്തി കെ.ടി. ജലീൽ പാടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ താരാട്ടുപാടിയ ആളെ തേടി സോഷ്യൽ മീഡിയ. കടുവത്തൂർ സ്വദേശിയായിരുന്ന മർഹൂം N.K. അഹമ്മദ് മൗലവിയാണ് പ്രവാചകന്റെ സ്തുതിവചനങ്ങൾ മനോഹരമായി രചിച്ചത്. لم يزل داعيا لكل الفريقين قرة العينين. തലശ്ശേരി കടവത്തൂർ സ്വദേശിയായിരുന്ന മർഹൂം N.K. അഹമ്മദ് മൗലവിയാണ് പ്രവാചകന്റെ സ്തുതിവചനങ്ങൾ മനോഹരമായി രചിച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്ന മൗലവി അറബി ഭാഷയിൽ നൈപുണ്യം നേടിയ വ്യക്തിത്വമായിരുന്നു. അറബി ഭാഷയിൽ ഒട്ടനവധി കവിതകളും ഗാനങ്ങളും രചിച്ച അദ്ദേഹം കടവത്തൂർ നുസ്രത്തുൽ ഇസ്ലാം അറബിക് കോളേജിൽ അധ്യാപകൻ, പ്രിൻസിപ്പൽ, മാനേജർ എന്നീ പദവികളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. لم يزل داعيا لكل الفريقين قرة العينين هذا دون مين. പള്ളൂർ കോയോടൻ കോറോത്ത് ക്ഷേത്രകുളം സമർപ്പിച്ചു.
കോയോടൻ കോറോത്ത് അമ്മു അമ്മയുടെ സ്മരണയ്ക്ക് ഇപ്പോഴത്തെ ക്ഷേത്ര കാരണവരായ പ്രേമചന്ദ്രനാണ് കുളം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് സമർപ്പിച്ചത്. കോയോടൻ കോറോത്ത് അമ്മൂമ്മയുടെ സ്മരണയ്ക്ക് ഇപ്പോഴത്തെ ക്ഷേത്രകാരണവരായ മകൻ പ്രേമചന്ദ്രനാണ് കുളം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ക്ഷേത്രത്തിന് സമർപ്പിച്ചത്. വാസ്തുവിദഗ്ധൻ പ്രജിത് കുമാറിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ തിറമഹോത്സവം ജനുവരി 29, 30, 31 തീയതികളിൽ നടക്കും. കേരള കോൺഗ്രസ് എം നേതാവ് വർക്കി വട്ടപ്പാറ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. തലശ്ശേരിയുടെ സൗമ്യ മുഖമാണ് വിട പറഞ്ഞത്. പൊതുപ്രവർത്തകനും കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ കുട്ടിമക്കൂൽ വട്ടപ്പാറ വില്ലയിൽ വർക്കി വട്ടപ്പാറ നിര്യാതനായി. കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായിരുന്നു. കേരള കോൺഗ്രസ് PG ജോസഫ് വിഭാഗം ജില്ലാ സെക്രട്ടറി, YMCA തലശ്ശേരി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. തലശ്ശേരി ചാലിൽ സെന്റ് പീറ്റേഴ്സ് UP സ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകനായിരുന്നു. പരേതിയായ ഗ്രേറ്റ റൊസാരിയോ ആണ് ഭാര്യ. വിൽബീന വർക്കി, പെട്രീഷ്യ വിൽമ, വെർണിൻ ജോസഫ് എന്നിവർ മക്കളാണ്. ജോസഫ് കുന്നേൽ, വിജോഷ് സെബാസ്റ്റ്യൻ, രചന ജോസി എന്നിവർ മരുമക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജയിൽ മോചിതരായി പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച 4 പ്രതികൾ. മുൻ MLA അടക്കമുള്ള CPM നേതാക്കളായ പ്രതികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്ത് പാർട്ടിയുടെ വൻ സ്വീകരണം. കണ്ണൂരിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കല്യാശ്ശേരി പോളിടെക്നിക് വിദ്യാർത്ഥി P. ആകാശ്. പുഴയിൽ കുളിക്കുന്നതിനിടെ കാട്ടാൻ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ് 2 യുവതികൾക്ക് പരിക്ക്. പരിക്കേറ്റ് ആറളം ഫാം സെറ്റിൽമെന്റ് മേഖലയിലെ മേഘ, രഞ്ജിനി എന്നിവർ. തലശ്ശേരി നഗരസഭാ പരിധിയിലെ തെരുവോര കച്ചവടക്കാർക്കുള്ള ലൈസൻസ് വിതരണത്തിന് തുടക്കം. അനധികൃത കച്ചവടക്കാർക്കെതിരെ സ്വീകരിക്കുന്നതിന്റെ പ്രാഥമിക നടപടിയുടെ ഭാഗമായാണ് ലൈസൻസ് വിതരണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.